ഈശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 19-ാം ഞായർ എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കടലിന് മീതെ നടന്ന് ശിഷ്യന്മാരെ രക്ഷിക്കുന്ന രംഗങ്ങളാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം പ്രധാനമായും നമ്മളോട് പറയുന്നത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ദൈവത്തെക്കുറിച്ചാണ്. തിരിച്ചറിയപ്പെടാതെ പോകുന്ന ദൈവം, അവിടുത്തെ നമ്മൾ തിരിച്ചറിയുന്നതാകട്ടെ മറ്റൊരു രൂപത്തിലാണ്. ഇവിടെ ശിഷ്യന്മാർ യേശുനാഥനെ ഭൂതം ആയിട്ട് കാണുകയാണ്. അപ്പോൾ ആ സ്നേഹം തിരിച്ചറിയപ്പെടുന്നില്ല. യേശുനാഥൻ്റെ എല്ലാ അത്ഭുതങ്ങളും നമുക്കറിയാം, അതൊക്കെ അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിരുന്നു. അവിടുന്ന് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ജീവനുള്ള ദൈവമായിരുന്നു. അവിടുന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൈവമായിരുന്നു. പക്ഷേ ആ സ്നേഹം പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതിന് പല കാരണങ്ങളും ഉത്തരങ്ങളും നമുക്ക് തരാനുണ്ട്. എന്തുകൊണ്ട് ശിഷ്യന്മാർ അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോയി, അവനെ തിരിച്ചറിയാതെ പോയി, എന്തുകൊണ്ട് അവനെ ഭൂതമായി കണ്ടു. പക്ഷേ യേശുനാഥൻ എന്തുകൊണ്ട് എന്നിട്ടും അവരെ സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു, അവരെ ആ കാറ്റിലും കോളിലും പെട്ടുപോകാതെ ജീവനിലേക്ക് വഴി നടത്തുന്നു എന്നതും സുവിശേഷത്തിൻ്റെ ധ്യാന വിഷയമാണ്. ഇപ്പം സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുനാഥൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായം. കാരണം അതിന് തൊട്ട് മുൻപ് അവിടുന്ന് ഈ സ്നാപക യോഹന്നാൻ്റെ മരണവാർത്ത അറിഞ്ഞ് സങ്കടത്തിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരാൻ പിതാവുമായിട്ടുള്ള സംഭാഷണത്തിന് വേണ്ടി അവിടെ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷെ അപ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടം യേശുനാഥനെ തിരക്കി വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ച സംഭവങ്ങൾ. അപ്പോൾ അവിടുന്ന് ആ ജനക്കൂട്ടത്തിന് സമയവും ആഹാരവും ഒക്കെ കൊടുത്ത് അവിടെ കാത്തു നിൽക്കുന്നു. പിന്നീട് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒറ്റയ്ക്കാകാൻ ആഗ്രഹിച്ചത് കൊണ്ട് ശിഷ്യന്മാരോട് മറുകരയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിച്ചിരുന്ന യേശുനാഥൻ, അതിനും യേശുനാഥൻ്റെ സങ്കടമുണ്ട്, പ്രാർത്ഥിക്കണം, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്നിട്ടും അവിടുന്ന് ശിഷ്യന്മാരോടൊപ്പമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും ശിഷ്യന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ യേശുനാഥനെ വിട്ട് ഈ മറുകരയിലേക്ക് പോകുന്നതിനിടയ്ക്ക് വലിയ കാറ്റും കോളിലും പെട്ടുപോവുകയാണ്. അപ്പം ഈ അന്നുണ്ടായിരുന്ന ചിന്തകളനുസരിച്ച് കടൽ അത്ര നല്ല ഒരു ഇടമായി അവർ കരുതിയിരുന്നില്ല. അവിടെ ഭൂതങ്ങളുടെയും പിശാചുക്കളുടെ ഇടമായിട്ടും ലെവിയാഥൻ എന്ന് പറയുന്ന വലിയൊരു വ്യാളിയെപ്പോലുള്ള ഏതോ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ കടൽ അത്ര നല്ല ഒരു അടയാളമായിരുന്നില്ല അവരെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തിൽ ഈ വഞ്ചി ജീവിതമാകുന്ന വഞ്ചിയായിട്ടും സഭയാകുന്ന വഞ്ചിയായിട്ടും ഒക്കെ അപ്പോസ്തലന്മാർ ഇതിനെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ആ വള്ളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കോടും തിരമാലകളൊക്കെ ഉണ്ടാവുകയാണ്. ശക്തമായ തിരിച്ചടി അവർ കേൾക്കുകയാണ്. അവരതിൽ ഒറ്റപ്പെട്ടു പോകുന്ന യേശുനാഥൻ പോലും കൂടെയില്ല. അവർ കരഞ്ഞ് നിലവിളിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ രക്ഷകനായ യേശുനാഥൻ നടന്നു വരുമ്പോൾ ആ ഇരുട്ടത്ത്, അത് ഏതാണ്ട് 3 മണിയോടെ അടുത്ത സമയമാണ് രാത്രി, ആ ഇരുട്ടത്ത് ആ വലിയ കാറ്റിലും കോളിലും ശിഷ്യന്മാർ യേശുനാഥനെ തിരിച്ചറിയുന്നത് ഭൂതമായിട്ടാണ്. ഭൂതം വരുന്നുവെന്ന് പറഞ്ഞ് അവർ പേടിച്ച് അലറി നിലവിളിക്കുകയാണ്. സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നത് സ്നേഹത്തിന് നേരെ വിപരീതമായ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയാതെ പോകും. നമുക്കൊരു ദൈവസങ്കല്പമുണ്ട്. ആ ദൈവസങ്കല്പത്തിനുള്ളിൽ അടക്കാൻ പറ്റാത്തതിനെല്ലാം നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ഇനി 1-ാമത്തെ വായനയിലേക്ക് പോകുമ്പോൾ ഏലിയ പ്രവാചകൻ അവിടുത്തെ ദൈവത്തിനോടുള്ള തീക്ഷ്ണതയിൽ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇടിമിന്നലിലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുന്നു. ഇടിമിന്നലിൽ ദൈവമില്ലായിരുന്നു, വലിയ മഴയിൽ ദൈവമില്ലായിരുന്നു. ദൈവം ഒരു നിശ്വാസമായി കടന്നു വരികയാണ്, ഒരു ശാന്തമായി ദൈവം കടന്നു വരികയാണ്. ഇവിടെയും ദൈവത്തെ തിരിച്ചറിയുന്നില്ല ശിഷ്യന്മാർ, ഭൂതം. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിലും ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ പെട്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല, ദൈവത്തെയും തിരിച്ചറിയില്ല, കൂടെയുള്ള മനുഷ്യരെയും തിരിച്ചറിയാതെ പോവുകയാണ്. അവരുടെ സ്നേഹത്തെ തിരിച്ചറിയുന്നില്ല. നമുക്കൊരു കുറച്ച് സമയം മതി അവരെ ഒന്ന് തിരിച്ചറിയാൻ, അവരാരാണെന്ന് കണ്ടെത്താൻ. പക്ഷെ നമുക്ക് ആയിരം കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാൻ സങ്കടത്തിൻ്റെ നിഴലിലായിരുന്നു, ഞാൻ വേദനയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചൂടായി പോയത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ പോയത് എന്ന് ഇങ്ങനെ ആയിരം കാരണങ്ങളുണ്ട്. പക്ഷേ യേശുനാഥൻ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. എന്നിട്ടും ശിഷ്യന്മാർ അവിടുത്തെ ഭൂതമെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടും അവിടത്തേക്ക് സങ്കടമില്ല. അവിടെ നിന്ന് അവരെ വീണ്ടും ജീവനിലേക്ക് വിളിക്കുകയാണ്. പത്രോസ് മുങ്ങിത്താഴാൻ പോകുമ്പോൾ കൈക്ക് പിടിച്ച് ഉയർത്തുന്നുണ്ട് രക്ഷയുടെ നാഥനായിട്ട്. പരാതികളില്ല, പരിഭവങ്ങളില്ല, അവിടെ നിന്ന് രക്ഷിക്കാനായി കൂടെയുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അവിടുന്ന് ഒരു മനുഷ്യനായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോടും ആവശ്യപ്പെടുന്നത് ഈ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാകരുത്. അങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന മുറിവുകൾ വലുതായിരിക്കും. സ്നേഹം കൊണ്ട് കൂടെ വരുന്ന, ഇപ്പോൾ ജോലി കഴിഞ്ഞ് ടെൻഷനിൽ വരുന്ന ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചായയുമായി വരുന്നു,
ചായയ്ക്ക് ചൂട് കുറവാണ്, മധുരമില്ലെങ്കിൽ അത് എറിഞ്ഞു പൊട്ടിക്കുന്ന ഭർത്താവ് 1000 കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് പറയാൻ. ഞാൻ ദേഷ്യത്തിലായിരുന്നു, എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളുടെ ആ സ്നേഹത്തോടെ വരുന്ന അവളുടെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ തിരിച്ചറിയുന്നില്ല. ഭാര്യയെ അദ്ദേഹം ഈ ചോരയിൽ ഒന്ന് മധുരം കുറഞ്ഞു പോയതിന് ഭാര്യയെ അദ്ദേഹം തിരിച്ചറിയുന്നത് ദുഷ്ടയായ സ്ത്രീയായിട്ടാണ്. സ്നേഹമൊന്നും തിരിച്ചറിയുന്നില്ല, 1000 കാരണങ്ങളാണ്. പക്ഷേ അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചുറ്റുമുള്ള തൊട്ടടുത്തുള്ള മനുഷ്യനെ ദൈവമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വേദനകളെ തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്ക് പ്രധാനമായി വരണമെന്നാണ് സുവിശേഷം പറയുന്നത്. യേശുനാഥൻ അവൻ തൻ്റെ ശിഷ്യന്മാരെ അവൻ ആ പ്രാർത്ഥനയുടെ ഇടത്ത് ആയിരുന്നപ്പോഴും അവൻ്റെ ഹൃദയ ശിഷ്യന്മാരോടൊപ്പമാണ്. അതുകൊണ്ടാണ് അവർ ദുഃഖത്തിലായിരുന്നു പോയപ്പോൾ, അവർക്ക് വേദനയുടെ നിമിഷങ്ങളുണ്ടായപ്പോൾ അവൻ ആ ജലത്തിന് മീതെ, അതും കലുഷിതമായ ജലസഞ്ചയത്തിന് മീതെയാണ് നടന്നു വരുന്നത്. അവനും നടന്നു വരുന്നത് അവരെ പോലെയുള്ള ഈ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ നടുവാണ്. അവിടെ ക്രിസ്തു അവരെ തിരിച്ചറിയുന്നുണ്ട്, അവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും വരാവുന്ന ഒരു സംശയം, അവിടുന്ന് ദൈവമാണ്, അവിടത്തേക്ക് ഈ തിരിച്ചറിവുകളുടെ ആവശ്യമില്ല, അവിടത്തേക്ക് ഏത് പ്രശ്നത്തിൻ്റെ ഇടയിലും സാധാരണ രീതിയിൽ നിൽക്കാൻ സാധിക്കും. അങ്ങനെ അവിടുത്തെ ദൈവമാണെന്നുള്ള തോന്നലാണ് അവിടുത്തെ അങ്ങനെ ആക്കുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദൈവം കൂടെ ഉണ്ടെന്നുള്ള തോന്നലുകൾ എന്നെ ശാന്തനാക്കേണ്ടതല്ലേ? ഈ കാറ്റിനെയും കോളിനെയും ഒക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ചിന്ത ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്നെ ശാന്തനാക്കേണ്ടതല്ലേ? അപ്പോൾ ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. ഇതാണ് പത്രോസിന് വന്ന തെറ്റ്. അവനെ വിളിക്കുന്നത് ചെറിയ വിശ്വാസത്തിൻ്റെ മനുഷ്യൻ എന്നാണ്. അവൻ്റെ വിശ്വാസം കുറഞ്ഞുപോയി. ക്രിസ്തുവിലുള്ള വിശ്വാസം അവന് പൂർണ്ണമായും ഇല്ലായിരുന്നു. അവന് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് കാറ്റിനും കടലിനും നടുവിൽ ഈശോയെ തിരിച്ചറിഞ്ഞ് ഞാൻ നടന്നു വരാൻ എന്നെ അനുവദിക്കണമെന്ന് പറയേണ്ടത്. അദ്ദേഹം ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന മനുഷ്യനാണ്, മീൻ പിടിക്കുന്ന മനുഷ്യനാണ്. അവന് കടലിൻ്റെ ആഴവും ഈ ഉണ്ടായ കാറ്റിൻ്റെയും കോളിൻ്റെയും പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും ഈ കടലിന് മീതെ അദ്ദേഹം നടക്കാനെടുക്കുന്ന തീരുമാനം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പക്ഷേ ആ ക്രിസ്തുവിലുള്ള വിശ്വാസം പോലും ഈ ഉണ്ടായ പ്രശ്നങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വീണുപോയത്. പ്രശ്നം ക്രിസ്തുവിനെ പൂർണ്ണമായും അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഞാൻ വീടില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിനില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ മറ്റു മനുഷ്യരെയും ദൈവത്തെയും തിരിച്ചറിയാതെ പോകുന്നത് ഈ ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ മുങ്ങി താഴ്ന്നു പോവുകയാണ്. ഒപ്പം കൂടെയുള്ള മനുഷ്യരെയും ഞാൻ മുക്കുകയാണ് എൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ കൊണ്ട്. സുവിശേഷം എന്നോട് ആവശ്യപ്പെടുന്നത് എനിക്കുണ്ടാവേണ്ട ചിന്ത, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ചുറ്റുമുള്ള മനുഷ്യരെ ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് അത് ഭൂതമല്ല, അത് ദൈവമായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അത് ദുഃഖങ്ങളല്ല, അത് സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ അമ്മയോട് ഭയങ്കര സങ്കടമാണ്. അമ്മയെ അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. അവന് ഈ അമ്മയെ സ്കൂളിലോ കോളേജിലോ ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. കാരണം ഇവൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടാണ്. അവരിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയവും. ആഞ്ഞാഞ്ഞാണ് അവർ ഈ ശ്വാസം വലിക്കുന്നത്. അപ്പം ചുറ്റുമുള്ളവർ ഇവിടെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവനും പേടിയാണ്, അമ്മ എങ്ങാനും സ്കൂളിലോ കോളേജിലോ വന്നു പോയാൽ കൂട്ടുകാർ ഇങ്ങനെ ഒരു അമ്മയുടെ മകനെന്ന രീതിയിൽ അവനെ കളിയാക്കുമെന്നുള്ള പേടി. പലപ്പോഴും അമ്മയെ അവന് ഒഴിവാക്കിയിരുന്നു. അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു ഇത്. അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് കോളേജിൻ്റെ പരിപാടിയിൽ അമ്മ വരണ്ട എന്ന മകൻ തീരുമാനം എടുക്കുകയാണ്. അപ്പം വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാത്രിയിൽ, പിറ്റേന്ന് കോളേജിൻ്റെ പരിപാടിയിൽ അങ്ങനെയുള്ളൊരു രാത്രിയിൽ ഈ മകനോട് അപ്പൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ അമ്മ എങ്ങനെയാണ് ഈ ശ്വാസം മുട്ടുള്ള സ്ത്രീയായി മാറിയത് നിനക്കറിയാമോ? വളരെ ചെറുപ്പത്തിൽ നീ കളിക്കുന്നതിനിടയിൽ നീ പുഴയിലേക്ക് ചാടുകയാണ്. പുഴയിലേക്ക് മുങ്ങിത്താഴ്ന്നു പോയ നിന്നെ രക്ഷിക്കാൻ നീന്തൽ പോലും അറിയാതിരുന്ന നിൻ്റെ അമ്മയും എടുത്ത് ചാടി. നീ മുങ്ങിപ്പോകാതിരിക്കാൻ അവൾ നിന്നെ ഈ വെള്ളത്തിന് മീതെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആളുകൾ പോയി രക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഇവനെ ഈ വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീയുടെ ലങ്സിൽ വെള്ളം കയറിയാണ് അവർക്ക് ഇപ്പോൾ ശ്വാസമുട്ട് വന്നു തുടങ്ങിയത്. അന്ന് മുതൽ അവർ ശ്വാസമുട്ടാണ്. അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. അവർ എല്ലാവർക്കും മുമ്പിലും വികൃതമായ ഒരു സ്ത്രീയായി മാറി. ഭൂതമാണ് അവർ ഇവനെ സംബന്ധിച്ച്. പക്ഷേ അവർ സ്നേഹമുള്ള ക്രിസ്തുവിൻ്റെ മുഖമുള്ള സ്ത്രീയായിരുന്നു. അവന് വേണ്ടിയാണ് ആ പ്രശ്നത്തിലേക്ക് അവരെ എടുത്തു ചാടിയത്. ക്രിസ്തു ക്രൂശിതനായി വികൃതനായി കുരിശിലേറി മരിച്ചത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവനെ വികൃതമായ മനുഷ്യനായത് എന്നോടുള്ള സ്നേഹനിമിത്തമാണ്. ഇപ്പോൾ ഇതുപോലെ എനിക്ക് ചുറ്റുമുള്ള ചില മനുഷ്യരെങ്കിലും സ്വയം വികൃതമാക്കപ്പെട്ടതുകൊണ്ടാണ്, ഭൂതത്തെ പോലെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ രക്ഷയുടെ സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. സുവിശേഷം എന്നോട് ആവശ്യപ്പെടുന്നത് ഒന്ന് ശാന്തനായി സമാധാനമായി നിനക്ക് മുമ്പിലിരിക്കുന്ന മനുഷ്യനെ നീ ഒന്ന് മനസ്സിലാക്കുകയാണ്. നിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ ഇടയിൽ മറ്റു മനുഷ്യരെ ഭൂതത്തെ പോലെ കാണരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭൂതമായി ചിത്രീകരിക്കരുതെന്ന് സുവിശേഷം നമ്മളോട്
യേശുനാഥനോട് ആവശ്യപ്പെടുകയാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉലഞ്ഞു പോകുന്ന അവസരങ്ങളിൽ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഉലയ്ക്കുന്ന മനുഷ്യനാകാതിരിക്കാൻ ദൈവിക സാന്നിധ്യത്തെ അതേ സാന്നിധ്യത്തിൽ തിരിച്ചറിയാൻ അനുഗ്രഹിക്കണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.